ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളായിട്ടാണ്. നമ്മൾ തേങ്ങയൊക്കെ വില കൂടിയിരിക്കുന്ന സമയത്ത് അങ്ങനെ ചിലവ് ചുരുക്കി നമുക്ക് തേങ്ങ ഉപയോഗിക്കാവുന്നതും ഈ ടിപ്പിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ടിട്ട് തരിക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ഇട്ട് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. നമ്മൾ ചോറ് ഒക്കെ വയ്ക്കുന്ന അരി അപ്പോൾ തന്നെയാണ് കഴുകിയാണല്ലോ ഇടുന്നത്. നമുക്ക് ഇന്ധനവും ഗ്യാസും വിറകും ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. അരി നമ്മളെടുത്തിട്ട് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് നന്നായിട്ട് 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചേക്കണം അതിന് മുമ്പേ തന്നെ. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 2-3 വെള്ളത്തിലൊന്ന് കഴുകാൻ നോക്കണം. ഈ വെള്ളം തന്നെ നമുക്ക് ചെടിക്കൊക്കെ കഴിക്കാവുന്നതാണ്. അത് നല്ല വളമാണ് ചെടിക്കുമൊക്കെ, അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തിളച്ച് 2-3 വെള്ളം കഴുകാൻ മറക്കാതിരിക്കുക. എന്നിട്ട് നല്ല തിളച്ച് വരുന്ന വെള്ളം ഇത് ഒഴിച്ച് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നാൽ നമുക്ക് അരി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഗ്യാസും വിറകും ഒക്കെ ലാഭിക്കാവുന്നതാണ്. നിങ്ങളെന്തായാലും ഈ ടിപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കുക. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. എത്ര നമ്മൾ ടൈറ്റായിട്ട് അടച്ചു വെച്ചിരുന്നാലും പഞ്ചസാരയിൽ ഉറുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉറുമ്പ് കയറാതിരിക്കും ഇതേപോലെ ഒരു 3-4 ഗ്രാമ്പ് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ചിരുന്ന എറുമ്പ് കയറാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ അടുത്ത ടിപ്പിൽ ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഉഴുന്ന് പരിപ്പായാലും സാമ്പാർ പരിപ്പായാലും ഗ്രീൻ പീസ് ആയാലും പയറായാലും ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു കറുത്ത ചെറിയൊരു വണ്ട് ഇത് ഉളുത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ വണ്ട് കയറി നശിപ്പിക്കാതിരിക്കാനുള്ളൊരു ടിപ്പാണിത്. ഇതേപോലെ വറ്റൽമുളക് ഇതേപോലെ ഒരു 2-3 വറ്റൽമുളക് ഇതിനകത്ത് ഇതേപോലെ ടിന്നിലിട്ട് വെച്ചിരുന്ന വണ്ട് കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. നന്നായിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. നമ്മൾ എത്ര വെച്ചിരുന്നാലും ഇതേപോലെ നമ്മൾ വണ്ട് കയറി ഉളുത്ത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഒത്തിരി നാൾ വണ്ട് കയറാതെയൊക്കെ ഇത് ഇരിക്കും. ഇതേപോലെ നന്നായിട്ടൊന്ന് അടച്ച് ടൈറ്റ് ചെയ്ത് അടച്ച് വയ്ക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അതും ഇതേപോലെ തന്നെയാണ്. നമ്മൾ അരിയൊക്കെ ആയാലും പച്ചരി ആയാലും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഏതരി ആയാലും അതിലും ഇതേപോലെ കറുത്ത വണ്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന ഒത്തിരി നാൾ ഇത് നമുക്ക് വണ്ടിൻ്റെ ശല്യം ഒഴിവാക്കി ഇതേപോലെ കുറച്ച് വറ്റൽമുളക് ഇട്ട് വെച്ചിരുന്ന വണ്ടിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ്. നന്നായിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. തേങ്ങയ്ക്ക് നല്ല വില കൂടിയ സമയമാണ്. നമുക്ക് തേങ്ങ എങ്ങനെ ചിലവ് ചുരുക്കി നമ്മളെ വീട്ടിൽ തേങ്ങ കൊണ്ട് നമുക്ക് പാചകം ഒഴിവാക്കാൻ പറ്റാത്തതാണ് തേങ്ങ. അത്യാവശ്യം ഏത് കറിക്കായാലും നമ്മൾ തേങ്ങ ചേർക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അതിനായിട്ട് ഒരു ടിപ്പാണിത്. ഇതേപോലെ തേങ്ങ ചെരുകേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു മുറി തേങ്ങ അതുകൊണ്ട് എത്ര തേങ്ങ ചെരുകിയാലും ഇതേപോലെ പറ്റിയിട്ട് നമ്മളതെടുത്ത് കളയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ കളയാൻ ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ചുരണ്ടി എടുക്കുക. അപ്പോൾ ഒട്ടും വേസ്റ്റായി പോകാതെ നമുക്ക് തേങ്ങ വില കൂടിയ സമയത്ത് നമുക്കിതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തോരനായാലും അവിയലിനൊക്കെയായാലും മീൻകറിക്കായാലും ഏതിന് വേണമെങ്കിലും ഇതേപോലെ വേസ്റ്റ് ആക്കാതെ നമുക്ക് തേങ്ങ എടുക്കാവുന്നതാണ്. ഇതുപോലെ മൊത്തം ചുരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതേപോലെ എടുത്ത് കണ്ടില്ലേ, ഒട്ടും വേസ്റ്റായി പോകത്തില്ല. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറുകിയ തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു 1 മാസത്തോളം നമുക്ക് ഈ ഒരു മുറി തേങ്ങ കൊണ്ട് നമ്മൾ കറികളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് കറിക്ക് വേണമെങ്കിലും നമുക്ക് ഗ്രീൻ പീസ് കറി ആയാലും തേങ്ങ ചേർക്കുന്ന ഏത് കറിക്ക് വേണമെങ്കിലും നമുക്ക് ഇത് തേങ്ങ അരച്ച് ഞാനൊരു അതിനുള്ളൊരു ടിപ്പാണിത്. 1 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് 50 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് ഇതുപോലെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ചേർക്കാനാണ്. അത് കുതിർത്ത് ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ ലൂസായി പോകണ്ട. നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് മിക്സിയിൽ ജാറ് ഇട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട്
നല്ല മഷി പോലെ ഒന്ന് അരയ്ക്കണം. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അതായത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇത്രയും കട്ടിക്ക് വേണം. ഇനി ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഐസ് ട്രേ ആണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത നമ്മൾ ഐസൊക്കെ വയ്ക്കുന്ന ഐസിൻ്റെ ട്രേ ആണിത്. നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനൂടെ ഉണ്ട്. നിങ്ങൾ ഹൈപ്പ് കൂടെ തരാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. സ്നേഹം മാത്രം. ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ബാക്കി വന്നത് ഒരു സിലിക്കോൺ ട്രേയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ട്രേയിൽ ഇത് നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ച് വേണം സെറ്റാക്കി എടുക്കാൻ. ഫ്രീസറിൽ വെച്ച് ഒരു 8 തൊട്ട് 10 മണിക്കൂർ കൊണ്ട് നമുക്കിത് നല്ല സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷം എടുത്തിട്ടുള്ളതിനത് നമുക്ക് എന്നിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടില്ല, നല്ല ക്യൂബായിട്ട് വന്നിട്ടുണ്ട്. കറികളിൽ ഗ്രീൻ പീസ് കറി എല്ലാം തേങ്ങ ചേർക്കുന്നത് കറിയിലാണെങ്കിലും ഇതിൽ 1, 2, 3 ക്യൂബ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഒരു മാസം വരെ നമുക്ക് കറികളിലൊക്കെ ഇതുപോലെ ചേർക്കാവുന്നതാണ്. ഈ ഒരു മുറി തേങ്ങ കൊണ്ട് വളരെ ടേസ്റ്റ്. അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെയൊക്കെ നല്ല ടേസ്റ്റുമാണ്. കറിക്ക് നല്ല കുറുകി കിട്ടുകയും ചെയ്യും. ഇത് എല്ലാം ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റി ഞാനൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിത് ഫ്രീസറിൽ തന്നെയാണ് വെക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം തട്ടിയിട്ട് നമുക്ക് ഒരു ടിന്നിലാക്കി കൊടുക്കാം. വളരെ യൂസ്ഫുള്ളായ ഈ തേങ്ങയുടെ വില കൂടിയ സമയത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന പെട്ടെന്ന് കറികളൊക്കെ തയ്യാറാക്കുകയും ചെയ്യാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റേ ചെറിയ ഇത് സിലിക്കോണിൽ ചെറിയ ക്യൂബാണിത്. അപ്പോൾ 2 ചേർക്കുന്നിടത്ത് ഒരു 4 എണ്ണമൊക്കെ ചേർക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഇത് ഫ്രീസറിൽ വേണം നമുക്ക് എടുത്തിട്ട് സൂക്ഷിക്കാനുള്ളത്. ഞാൻ ഇതെല്ലാം ടിന്നിലാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ മറക്കാതെ ചെയ്യുക. ഇത് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാനൊരു കറിയുടെ ചേർക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊരു പൊട്ടറ്റോ കറി, ഉരുളക്കിഴങ്ങ് വെച്ചുള്ളൊരു കറിയാണ്. അതിൽ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതാണ് സാധാരണ. അതിന് വരെ ഇത് 2 ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ തന്നെ ലൂസായിട്ടിരിക്കുന്ന കറി ഇപ്പോൾ നോക്കിയോ കുറച്ച് ഇത് മെൽറ്റായി വരുമ്പോഴത്തേക്ക്, അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല കുറുകിയ നല്ല കറി ഇട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ടില്ലേ, കുറുകിയ ചാറ് കിട്ടിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.